Greenlives coaching and training solution. The best, the first, the only, the first, the most, the only and the best. ഇതൊക്കെ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ. അപ്പോൾ 3 പ്രിൻസിപ്പിൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് APR എന്ന് പറഞ്ഞു. വാട്ട് ഈസ് APR? ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നമ്മുടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. മുംബൈയിൽ ഒരു സ്ട്രീറ്റിൽ, മുംബൈ സിറ്റിയിൽ ഒരു വലിയ മരം എന്ത് ചെയ്യാണ്, പിന്നെ ശക്തമായ കാറ്റിൽ എന്ത് ചെയ്യാണ്, കട വീഴി റോഡ് ബ്ലോക്ക് ചെയ്യും, വീണിട്ട് റോഡ് ബ്ലോക്ക് ആവും. അപ്പോൾ എന്താണ് അതിലൂടെ കുറേ ആൾക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, കുറേ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ്, ഈ രാജ്യം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും ട്രാഫിക് ജാമാണ്, അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകും. ഒരു ലേഡിയൊക്കെ ഓട്ടോയിൽ പോകുമ്പോൾ ഐ ഹേറ്റ് ദിസ് കൺട്രി എന്നുകൊണ്ട് ഫോൺ ചെയ്ത് പറയും. വേറൊരാൾ എന്ത് ചെയ്യാണ്, വേറൊരു മിനിസ്റ്റർ വരും. മിനിസ്റ്റർ വരുന്ന സമയത്ത് മിനിസ്റ്റർ എന്ത് ചെയ്യും, ഈ മരം വീണ് കണ്ടപ്പോൾ അയാൾ വേറെ ഒരു വണ്ടി വിളിച്ചിട്ട് അപ്പുറത്ത് വരും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ആ വണ്ടി കയറിയിട്ട് പോകും. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപ്പോൾ അപ്പുറത്ത് വേറെ വണ്ടി നിർത്തിയാണ് ആളെ ഈ മരം ചവിട്ടി കയറിയിട്ട് അപ്പുറത്തൂടെ കയറിയുള്ള ആൾ വേറെ വണ്ടി കയറി പോയി. പോലീസുകാരുണ്ടാവും, ഒരു ട്രാഫിക് പോലീസുകാരുണ്ടാവും, അയാൾ കിട്ടിയ സമയത്ത് കടന്നുറങ്ങും. അയാൾ സമയത്ത് വണ്ടി ഒന്നും പോകണില്ലല്ലോ, ട്രാഫിക്കൊന്നും ഇല്ല. അപ്പോൾ ആൾ കൂർക്കം വലിച്ച് കടന്നുറങ്ങും, വണ്ടിയിൽ കടന്നുറങ്ങും. അപ്പോൾ ഒരാളും ഉത്തരവാദിത്തം എടുക്കണില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട്, ഒരു സ്കൂൾ ബസ് വന്ന് ഇങ്ങനെ നിൽക്കും അവിടെ. അപ്പോൾ ഒരു കുട്ടി, ഒരു LKG കാരൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട്, നല്ല റെയിനി സീസണൊക്കെ മഴ ഫുള്ള് മഴ കൊണ്ട് ബാഗ് ഇങ്ങനെ ഊരിട്ടുന്നത് ഒറ്റക്ക് പോയി കണ്ട് ആ മരം ഇങ്ങനെ തള്ളുകയാണ്. ആ മരം കണ്ടിട്ടുണ്ടോ വീഡിയോ? ആ മരം ഇങ്ങനെ തള്ളുകയാണ്. ആ മരം ഇങ്ങനെ തള്ളുമ്പോൾ ബാക്കിയുള്ള കുറേ കുട്ടികൾ സ്ട്രീറ്റിൽ കളിക്കുന്നുണ്ടാവും. ഇവന്മാർക്കൊക്കെ ഭയങ്കര ആവേശമാവും. അപ്പോൾ അവർ കമോൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്താണ്, ഹംചലോ അല്ലേ, ഹിന്ദുസ്ഥാൻ. എന്നിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതി, ഭയങ്കര മോട്ടിവേഷൻ സോങ് ആണ്. എന്നിട്ട് എന്താണ്, ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് മരം തള്ളാണ്. അപ്പോൾ എന്താണ്, അവിടെയുള്ള സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും പഞ്ചാബികളൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ആ മരം ഒന്ന് എന്ത് ചെയ്യാണ്, എടുത്ത് മാറ്റാണ് അതിൻ്റെ ഇത്. കമോൺ, ഒരു ഇന്ത്യ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു മോട്ടിവേഷണൽ സോങ് ആണത്. പക്ഷെ അതിലെന്താണ്, ഒരാളെ ലീഡർഷിപ്പ് എടുത്ത്, ചെറിയ കുട്ടിയാണ്, LKG കാരനാണ്. ഹി ടുക്ക് ദ ലീഡർഷിപ്പ്. അതാണ് ആബ്സല്യൂട്ട് പേഴ്സണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അവനാണ് ലീഡർ. ഇപ്പോൾ നിങ്ങൾ കുറേ ലീഡേഴ്സിനെ കണ്ടു, കഴിഞ്ഞ 2-3 മാസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ലീഡേഴ്സിനെ കണ്ടു അല്ലേ? ആരൊക്കെ ലീഡർഷിപ്പ് എടുത്ത്? ആദ്യം വയനാട് ഒരു കുട്ടീനെ പാമ്പ് കടിച്ചപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഫിദ എന്ന് പറഞ്ഞ കുട്ടി ലീഡർഷിപ്പ് എടുത്ത്, ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുത്ത്. തൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞാൽ എൻ്റെ സ്കൂൾമേറ്റാണ്. സ്കൂൾമേറ്റിനെ പാമ്പ് കടിച്ചപ്പോൾ അവൾ പ്രതികരിച്ചു. അവളെന്ത് ചെയ്തു, ക്യാമറൻ്റെ മുമ്പിൽ വന്നിട്ട് ഗഡ്സ് കാണിച്ചു. ഇപ്പോൾ പെൺകുട്ടികളെ ഫുൾ ലീഡർഷിപ്പ് എടുക്കുന്നത് അല്ലേ? ഫുൾ പെൺകുട്ടികൾ കയറി അടിക്കാൻ തുടങ്ങി 2020. അങ്ങനെ അവളെന്ത് ചെയ്തു, ഹീറോ ആയി. ഷീ ബിക്കെയിം ദ ഹീറോ, ഷീ ബിക്കെയിം ദ സ്റ്റാർ. എന്തുകൊണ്ട്, എങ്ങനെയാണ് അവൾ സ്റ്റാർ ആയത്? ഷീ ടുക്ക് ദ ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ധൈര്യം കാണിച്ചു, ഗഡ്സ് കാണിച്ചു, ചങ്കൂറ്റം കാണിച്ചു. പിന്നെ വേറൊരു പെൺകുട്ടി ലീഡർഷിപ്പ് എടുത്തു, മലപ്പുറത്ത് കാളികാവിൽ. രാഹുൽ ഗാന്ധി വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തു അല്ലേ? ഒരു മൂലയുടെ കുട്ടി, ഒരു ഉസ്താദിൻ്റെ കുട്ടി തൻ്റെ ഇടം കാണിച്ചു. അവിടെ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മാത്രമല്ല, ധൈര്യം കൂടി വേണം സ്റ്റേജിൽ കയറാൻ. ഇംഗ്ലീഷ് അറിഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് ആ കുട്ടി വളരെ രസകരമായിട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ഷീ ബിക്കെയിം ദ ഹീറോ ഓഫ് സ്റ്റേറ്റിൽ മാത്രമല്ല, മേ ബി ഈവൻ ദ ഹോൾ വേൾഡ്. രാഹുൽ ഗാന്ധി അത് പോസ്റ്റോട് കൂടി ഇന്ത്യ മൊത്തം ലീഡറായി അല്ലേ? പിന്നെയും ലീഡേഴ്സ് വന്നു. ജാമിയ മില്ലിയയിൽ തൻ്റെ സഹപ്രവർത്തകനെ, തൻ്റെ സുഹൃത്തിനെ പോലീസുകാരെയും RSS ഗുണ്ടകളും എന്ന് വേണമെങ്കിൽ പറയാൻ ക്യാമറ കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് കട്ട് ചെയ്ത് കേട്ടോ, അല്ലെങ്കിൽ കട്ട് കിട്ടും. ഓക്കെ, തല്ലാൻ നിന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു പെൺകുട്ടി ഗഡ്സ് കാണിച്ചു. അവിടെ ഗഡ്സ് വേണം. ഓക്കെ ഓക്കെ, അപ്പം എന്താ, ഞാൻ അംഗീകരിച്ചു പക്ഷെ അതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, അതിന് ഗഡ്സ് കാണിച്ചു അല്ലേ? ആ ഗഡ്സ് കാണിച്ചപ്പോൾ അവളെന്ത് ചെയ്തു, ഇന്ത്യയുടെ ഹീറോ ആയി മാറി അല്ലേ? ഇന്ത്യനെ തല്ലാൻ വരുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, കാർട്ടൂണൊക്കെ. ഇന്ത്യനെ ഒരാൾ അടിക്കാൻ വരുന്ന സമയത്ത് അല്ലേ, ഇന്ത്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി പ്രൊട്ടക്ട് ചെയ്യാണ്. ഷീ ബിക്കെയിം ദ ഹീറോ അല്ലേ? അങ്ങനെ എത്ര ഹീറോസ് ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വന്നു
അല്ലേ? എല്ലാം ലേഡീസാണ്, എല്ലാം പെൺകുട്ടികളാണ്. എങ്ങനെ അവരൊക്കെ ലീഡേഴ്സ് ആയത്? ചുമ്മാ ലീഡർ ആയതാണോ? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പോലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ത്? APR. വാട്ട് ഈസ് APR? ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഗാന്ധി ചെയ്തിട്ടുണ്ട് അല്ലേ? ഗാന്ധി എന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നുള്ള മൂപ്പര് ഉത്തരവാദിത്തമാക്കി മൂപ്പര് കണ്ട് ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുത്തപ്പോൾ ഇന്ത്യ മൊത്തം ആളെ ഫോളോ ചെയ്തു. ആരൊക്കെ ലീഡർ ആയിട്ടുണ്ടോ ഓലൊക്കെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എടുത്തിട്ടുണ്ട്. എന്താ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ? ആരെങ്കിലും ലീഡർഷിപ്പ് ഷോ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ജനങ്ങൾ ലീഡറാക്കി കണ്ടിട്ടുണ്ടോ? ഓരൊക്കെ എന്തെടുത്തിട്ടുണ്ട്? ആബ്സല്യൂട്ട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുത്ത ആൾക്കാരാണ് ലീഡേഴ്സ്. അത് ഉമ്മൻചാണ്ടി എടുത്തിട്ടുണ്ട്, അത് പിണറായി വിജയൻ എടുത്തിട്ടുണ്ട്, അത് മോഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ലീഡർ ആയത്. ലീഡർഷിപ്പ് നമുക്ക് മോഡിയിൽ നിന്നും പഠിക്കാനുണ്ട്. ഒരൊക്കെ ആ ഒരു സംഭവം എടുത്തുകൊണ്ടാണ് ഓല കീഴിൽ അനുയായികൾ എന്ത് ചെയ്തത്? ലക്ഷങ്ങൾ, മോഡിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മരിക്കാൻ തയ്യാറാണ്, പിണറായിക്ക് വേണ്ടിയിട്ട് ആളുകൾ മരിക്കാൻ തയ്യാറാണ്. കാരണം എന്താ? ഓരൊക്കെ അത് എടുത്തിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ട് ഒരു ലീഡർ ആയത്. സോ ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2 ആണെന്ത്? നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ്. നമ്മൾ ഒരിക്കലും ഇംപ്രൂവ്മെന്റ് നിർത്തിവെക്കരുത്. ഇംപ്രൂവ്മെന്റ് ബിസിനസ്സിലാകുമ്പോൾ ഒരിക്കലും പറ്റില്ല നിർത്തിവെക്കല്. കാരണം അതാണ് ഇന്നോവേഷൻ ഇല്ലെങ്കിൽ ബിസിനസ് ടെക് ആവും. സോ നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ്. ആൻഡ് തേർഡ് ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ ആണെന്ത്? FMOB. വാട്ട് ഈസ് FMOB? ദ ഫസ്റ്റ്, ദ മോസ്റ്റ്, ദ ഓൺലി ആൻഡ് ദ ബെസ്റ്റ്. ഒന്ന് പറഞ്ഞേ. ദ ഫസ്റ്റ്, ദ മോസ്റ്റ്, ദ ഓൺലി ആൻഡ് ദ ബെസ്റ്റ്. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website Mujeebgreenlives.com, or like our page Facebook/Mujeebgreenlives, or you can WhatsApp to 9995142164.